ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സന്തോഷമുള്ള വാർത്തകളൊക്കെയാണല്ലോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഈ വേട്ടാവളിന് എപ്പോഴാണ് താഴോട്ട് ഇറങ്ങി വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ടത്തിൻ്റെ മകൻ, അതായത് മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇവിടുത്തെ ഈ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന 2-3 വൃത്തികെട്ട നാറികൾ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ശാപമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഒരു കയ്യിൽ കേക്കും മറ്റേ കയ്യിൽ വീഞ്ഞുമായിട്ട് ഈ അന്തപ്പുരങ്ങൾ കയറി വരുമ്പോഴത്തേക്ക് എൻ്റെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ അച്ഛന്മാരെ, നിങ്ങൾ ആലോചിക്കുക, ഇവനെല്ലാം നിങ്ങളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളവരാ. ഇപ്പൊ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കരോൾ വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ കുഞ്ഞു പിള്ളേര് ഈ കരോൾ നടത്തി പോകുന്ന വഴിക്ക് മതം തലക്ക് പിടിച്ച ചില മത തീവ്രവാദികളായിട്ടുള്ള പേപ്പട്ടി നാറികൾ ആ കുഞ്ഞുങ്ങളുടെ കരോളിന്റെ ആ ഡ്രമ്മൊക്കെ അടിച്ചങ്ങ് പൊട്ടിച്ചു. ആ കുഞ്ഞുങ്ങളെ ദേഹോപദ്രവം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അങ്ങ് പൊക്കി അതിന്റെ തൊട്ട് പിറ്റേ ദിവസം അവിടെ ഒരു പ്രസ്താവന ഇറക്കി. നിങ്ങൾ കരോൾ ഗാനം പാടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഗണഗീതവും പാടിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കത്തില്ല. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് ക്രൈസ്തവ സമൂഹം ഈ ക്രിസ്മസുമായി നേരിടുന്ന ആക്രമണങ്ങളും ക്രൂരതകളും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. ഡൽഹി, അതുപോലെ യോഗിയുടെ ഉത്തർപ്രദേശ് 25-ാം തീയതി നടക്കുന്ന ക്രിസ്മസിന് അവിടുത്തെ പൊതു അവധി ഇല്ല. കാരണം അവർക്ക് അന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആക്കിയിരിക്കുക. കേരളത്തിലെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു വാർത്ത നിങ്ങൾ കേട്ടാണോ അല്ലെ? കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഒരു മുസ്ലിം ടീച്ചർ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം വന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ തന്നെയാണ്. ഞാൻ അടക്കം പറഞ്ഞു, സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും അവരുടെ ഏത് ആഘോഷങ്ങളായിക്കോട്ടെ അതിനകത്ത് അവർ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഇതിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയാണ് ഈ സംഘിനാറികളും ഈ കാസ വൃത്തികെട്ട കൂസന്മാരും സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ പേപ്പട്ടി വർഗങ്ങളായിട്ടുള്ള ഈ കാസയും ഈ സംഘപരിവാർ നാറികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പത്രമാധ്യമങ്ങളെല്ലാം കൂടെ നമ്മുടെ ഈ പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ടത്തിന്റെ മകന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ആ വേട്ടാവളിയൻ പറഞ്ഞത് കേട്ടാൽ, എൻ്റെ ക്രൈസ്തവ സമൂഹമേ, നിങ്ങൾ ചാണാമുഖ്യ ചൂലിന് ഇവനൊക്കെ വരുന്ന വഴിക്ക് അടിച്ചോടിക്കണം. കാരണം ഇവരൊക്കെ യൂദാസ് ഗണത്തിൽപ്പെട്ടതാണ്. നിങ്ങളെയൊക്കെ ഒറ്റുകൊടുത്ത് ഇവന്റെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വെറും വൃത്തികെട്ട ഊളകളാണ്. ഇവന്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ കണ്ടോളൂ. ക്രിസ്മസ് ആഘോഷം വിലക്കി യോഗി ആദിത്യനാഥ് അതൊന്നും കൊള്ളില്ല. അത് മോശം, അതൊന്നും മോശം. ഓണത്തിന് ദിവസം ഒരു സേവനം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുവദിക്കാം. എന്താ കുഴപ്പം? അല്ല, അടൽ ബിഹാരി വാജ്പേയി അത്ര മോശപ്പെട്ട മനുഷ്യനാണോ? പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇന്നലെ അടക്കം വന്നിട്ടുള്ള മധ്യപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുണ്ടല്ലോ, അതിലെന്തെങ്കിലും നടപടി ഇപ്പോൾ ഇല്ല? ഞങ്ങൾക്ക് CBCIയുടെയും അതുപോലെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, അതുപോലെ ഇപ്പോൾ പറഞ്ഞ സംഘടന നമ്മുടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റ്, ഇവരുടെ പരാതികൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം BJPക്ക് അല്ലല്ലോ, അവർക്ക് അവിടെ പ്രാദേശികമായി പരാതി കൊടുക്കേണ്ടത് പോലീസാണ് അല്ലേ? അത് പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിലാണല്ലോ അവർ നമ്മളെ സഹായിക്കേണ്ടത്. പോലീസ് കേസ് അല്ല, ഞങ്ങളല്ലല്ലോ പോലീസ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അത് BJPയെ സമീപിച്ച് എന്താ ചെയ്യുന്നു ആദ്യം ചോദിച്ചു. അത് കഴിഞ്ഞ് BJPയെ സമീപിക്കേണ്ട എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹോം മിനിസ്റ്റർക്ക് പരാതി ലഭിച്ചിട്ടില്ലേ? ഹോം മിനിസ്റ്റർക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്മേൽ നടപടി ഉണ്ടാവും. ഏതാ ഈ ആക്രമണങ്ങളല്ല സുഹൃത്തെ, ഈ ആക്രമണങ്ങളല്ല. ലോകത്ത് എവിടെ ഏത് ആക്രമണങ്ങൾ നടന്നാലും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നത്. ക്രിസ്മസ് ആഘോഷമല്ല ഭായി, ഏത് ആഘോഷമാണെങ്കിലും, ഏത് മതസ്കര ആഘോഷമാണെങ്കിലും അത് നടന്നിട്ടുണ്ടെങ്കിൽ, ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശം മനസ്സിലായി, അത് നടന്നിട്ടുണ്ടെങ്കിൽ 100% തെറ്റാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതേന്നെ, അതല്ലേ പ്രശ്നം. ഞാനത് പറഞ്ഞു. അല്ല, അവിടെ CPMന്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു. കുറെ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരോളായിരുന്നില്ല. അത് മാന്യമായ കരോളാണെങ്കിൽ പള്ളി അറിയണ്ടേ? അവിടെ രൂപത അറിയണ്ടേ? അല്ല, പള്ളി അറിഞ്ഞ് ഒരു മിനിറ്റ്, പള്ളി അറിഞ്ഞ് കരോൾ നടത്തണം നിർബന്ധമില്ല. പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം. അല്ല, അടിയിട്ട് അത് മാന്യമായിരുന്നില്ല. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലൊരു കരോളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ മദ്യപിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം, ഞാൻ അറിഞ്ഞിടത്തോളം എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു മാന്യമായ കരോൾ ആയിരുന്നില്ല. അതാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മാന്യമല്ലാത്ത കരോൾ, കള്ളു കുടിച്ചിട്ട് നാട്ടുകാരുടെ മുഖത്ത് കയറുന്ന കരോൾ ഉണ്ടെന്ന് വെച്ചാൽ ആ ജയിലിൽ കയറുന്ന വീട്ടുകാരനെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ.
അതെങ്ങനെ എന്റെ പൊന്നു ചേട്ടാ അങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ? അല്ല ജബൽപൂർ അല്ല അത് ഞങ്ങളാണോ? ഞങ്ങളാണോ? ഒന്നും വേണ്ട. വേറെ കാര്യം, ഈ പറയുന്ന പാലക്കാട്ടെ കരോൾ തടസ്സപ്പെടുത്തി BJP ആണോ? ആര് പറഞ്ഞു? സ്പെഷ്യൽ ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അതിനകത്തൊന്നും കണ്ടിട്ടില്ല. 100%. ഞാൻ ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് ഞാൻ ജില്ലാ പ്രസിഡന്റോട് തമ്മിൽ സംസാരിച്ചാണ്. നമ്മളെ ആരും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായി മിനിഞ്ഞാന്ന്. അവിടെ ആരാ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സംഘപരിവാറാണ്. അറസ്റ്റ് ചെയ്ത ആരൊക്കെയാ? എൻ്റെ പൊന്നു സുഹൃത്തെ, നാട്ടിൽ ആരുടെ ലോകത്തുള്ള എല്ലാ 8-ാം മാസത്തിൻ്റെയും പിതൃത്വം ഞങ്ങൾക്ക് കയറ്റാൻ പറ്റുമോ? എല്ലാ 8-ാം മാസവും BJPക്ക് പിടിക്കാൻ പറ്റുമോ? ഞങ്ങളുടേതാണ്, ഞങ്ങൾ ഏറ്റെടുക്കാം. ഞങ്ങളുടേതാണെങ്കിൽ ഏറ്റെടുക്കാം. ഞാൻ വഴി ഇപ്പൊ നമ്മുടെ പാലക്കാട് MLA പോലത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. ഇന്നലെ ലജ്പത് നഗറിൽ തൊപ്പിയൊക്കെ വെച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന വൈദഗ്ധ്യരെ അവിടെ അതുകൊണ്ട് ആ വീഡിയോ വന്നില്ലല്ലോ. എന്ത് പറ്റി അത് വരാതെ? കാരണം ഇന്നും ഇന്നലെയായിട്ട് 100-300 വീഡിയോ 1980 മുമ്പുള്ളവരെ ഇറങ്ങിയതുകൊണ്ട് കറക്റ്റായിട്ട് ആ വീഡിയോ എല്ലാം കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഇപ്പോഴും ഒറ്റ നിലപാട് എന്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറയുന്നു. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലെ BJP പ്രതികരിക്കുന്ന ഒരു മിനിറ്റ് അല്ല സാറേ, ഞാൻ ഈ കബഡി നടത്തി എനിക്ക് ഇത് എവിടെ വിഷയം ഉണ്ടാകുന്ന എന്റെ മുമ്പിൽ വരുന്ന വിഷയത്തിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സാറേ, അത് ഈ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഇഷ്യൂ തുടങ്ങിയത്? അതിന് മുമ്പുണ്ടല്ലോ. അപ്പോഴും ഉണ്ടാകുന്ന ഇഷ്യൂവിനെ അല്ലേ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂവിനല്ല നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് ഇഷ്യൂവിനെയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യാത്തത്? എങ്ങനെയാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം പ്രധാനമന്ത്രി തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല ശരി, നടപടി സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാം. മനസ്സിലായില്ലേ? ഒരു ആൾക്കൂട്ടത്തിന് ഇത് ഹിന്ദു രാഷ്ട്രമാണ്, നിങ്ങൾ ഇവിടെ വിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് എന്നെ ബാധിക്കില്ലേ? അത് എന്നെ ബാധിക്കില്ലേ? അവിടെയാണ് നടപടി ഉണ്ടാകേണ്ടത്. ആ നടപടി ഉണ്ടാവും. നിങ്ങളുടെ പരാതി വന്നില്ലേ? പരാതി വന്നപ്പോൾ അന്ന് ഈ പരിഹാരം കാണുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ നിരവധി കേസുകളാണ് വരുന്നത്. ഈ ക്രിസ്മസിന് മുൻപ് ഛത്തീസ്ഗഡ് പ്രശ്നത്തിന്റെ കാര്യം മാത്രമല്ല, അതിനുശേഷവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് 150 കോടി ജനമുള്ള ഈ രാജ്യത്ത് ഒരിടത്തും ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങളുടെ നേതൃത്വത്തിലാണോ അത്? മനസ്സിലായി? എവിടെയെങ്കിലും ഞങ്ങളുടെ നേതൃത്വമാണ്. ഞാൻ പറയട്ടെ, ഇത് പറയട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുത്ത സാധനമാണ് മണിപ്പൂർ. മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? ക്രൈസ്തവ വേട്ടയായിരുന്നു അവിടെ, അല്ലല്ലോ? അവിടെ അമ്പലം ഒരു മിനിറ്റ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിച്ചത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, സംഭവിച്ചു. അവിടുത്തെ ഹൈന്ദവ ആരാധനാലയങ്ങളെ ആക്രമിച്ച കാര്യത്തിന്റെ ലിസ്റ്റ് എന്താ നിങ്ങൾ പുറത്തുവിടാതെ? 194 പള്ളികൾ അവിടെ ആക്രമിച്ചപ്പോൾ 400-ലധികം അമ്പലങ്ങൾ അവിടെ തറക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താ വേണ്ടാതെ? ഇരു വിഭാഗത്തിലും അത് നിങ്ങൾ പറയുന്നില്ല. അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ പോങ്ങന മരം മണ്ടാന്നെങ്കിലും വിളിക്കായിരുന്നു. അതുപോലും വിളിക്കാൻ കൊള്ളാത്ത ഒരു പോങ്ങൻ. സത്യത്തിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങളെയാണ് ഇവർ അധിക്ഷേപിക്കുന്നത്. കാരണം ഈ കരോള് നടത്തിയതും അല്ലെങ്കിൽ ഇപ്പൊ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഛത്തീസ്ഗഡിലാണെങ്കിലും കൊള്ളാം, UP-യിലാണെങ്കിലും കൊള്ളാം, അങ്ങനെ മറ്റു പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ സമൂഹം നേരിടുന്നു. പോലീസ് നോക്കി നിൽക്കെ ഒരു ചർച്ച അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും കാണാതെ ഈ വൃത്തികെട്ടവനെ നിങ്ങൾ ഇനി ചുമക്കരുതേ എന്ന് മാത്രം ഒരു അഭ്യർത്ഥന ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ നാട്ടിൽ ക്രൈസ്തവനും മുസൽമാനും ഹിന്ദുവും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണം എന്നുണ്ടെങ്കിൽ ഈ യൂദാസ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഈ വൃത്തികെട്ടവനെയൊക്കെ നമ്മൾ അകറ്റി നിർത്തണം. ഇവന്റെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്താനും അവന്റെ കുടുംബമൊക്കെ സുഖസുന്ദരമായിട്ട് പോകാനും ഇങ്ങനെ കോട്ടും സൂട്ടും ഇട്ട് ഫ്ലൈറ്റിൽ കയറി ഡൽഹി പോയിട്ട് അവിടെ നിന്ന് കുടിച്ച് നടന്നാലും സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരന്മാർ ഈ തീവ്രവാദികളിൽ നിന്നും അടിമേടിക്കുമ്പോഴത്തേക്ക് ഒരു അക്ഷരം പോലും അതിനെ എതിർത്ത് പറയാൻ നട്ടല്ലില്ലാത്ത ഈ ശിഖണ്ഡി വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ ഊളകളെ നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ യോഗ്യര് നിങ്ങൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.